ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രോബെറി കൊണ്ടൊരു വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പായി ഞാൻ ഒരു കസ്റ്റർഡ് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി കാണണം. സാധാ സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് സ്ട്രോബെറി ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 20 സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാവരുടെയും ആവശ്യത്തിന് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ആദ്യം ഇതിങ്ങനെ തന്നെയാണ് അരിച്ചെടുക്കേണ്ടത്. ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാണ്, 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബൗളും പിന്നെ അതിൻ്റെ ബ്ലേഡും നമ്മൾ 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ചില അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി മധുരത്തിനായി 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. നല്ലോണം തിക്കാവണം. കുറേ നേരം ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇപ്പോൾ വീഡിയോ ഇടയ്ക്ക് കട്ടാക്കിക്കൊണ്ടാണ് വീഡിയോയുടെ ടൈം കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മളിപ്പോൾ 5 മിനിറ്റാണ് ഇത് ബീറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ അൽമറായുടേതായിരുന്നു എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ ജ്യൂസ് ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഡെക്കറേറ്റ് ആക്കാം, ഫ്ലവർ ആക്കിയോ അങ്ങനെ എന്തും ആക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയ സ്ട്രോബെറി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസിന് മുകളിലായിട്ട് ചെറീസോ സ്ട്രോബെറി എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.